ഇതിനിടയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കൂടി പ്രതികരണം വരുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ MT കേരള ഡിവിഷന്റെ MD ആയ CJ റോയ് ഗ്രൂപ്പ് ഉടമ CJ റോയ് മരിച്ചിട്ടും ചിലർ തങ്ങളെ വേട്ടയാടുകയാണെന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TA ജോസഫിന്റെ പ്രതികരണം. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല, തങ്ങളുടെ പക്കൽ കള്ളപ്പണമില്ല, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് അവർ പങ്കുവയ്ക്കുന്നു. റോയിയുടെ മരണം ഒരു തരത്തിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും TA ജോസഫ് പറയുന്നു. അതിനിടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസും കേരളത്തിലേക്ക് എത്തും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം കേൾക്കാം TA ജോസഫിന്റെ വാക്ക്. ഇവിടെ actually the Bangalore division was run by chairman and Kerala division run by me. That was the equation. So അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും ഇപ്പൊ എന്റെ സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി, അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം, നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അപ്പോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല പല അലിഗേഷൻ, പല പല കാര്യങ്ങൾ, എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. ഇത്ര പൈസ കൊടുക്കാണ്ട് പൈസ അവിടെ നിന്നെടുത്തു, കട്ടു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങൾ ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവനിക്കണം. എന്നാൽ ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത്. അതായത് ഇത് EDയുടെ സെർച്ചാണ്, അതുപോലെ തന്നെ FMAയുടെ ആണോ അല്ലെങ്കിൽ PMLAയുടെ ആണോ അല്ലെങ്കിൽ CBI, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ, അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല, ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ്, അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സ്, നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഒരു 4-5 വിരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടത് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്, ദെൻ ഐ വിൽ റിവാർഡ് യു ദെൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യം, നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക്, ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ പ്രതികരണം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കർണാടക പോലീസിന്റെ സ്പെഷ്യൽ ടീം കേരളത്തിലേക്ക് കൂടി വരികയാണ്. അന്വേഷണം കേരളത്തിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു, അതിനുള്ള കാരണം എന്താ അന്വേഷണം. സ്വാഭാവികമായും മറ്റ് വേരുകൾ കേരളത്തിലാണ്. കേരളത്തിലും ബംഗളൂരുവിൽ, ദുബായിൽ, ഇങ്ങനെ 3 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ബിസിനസ് ശൃംഖല. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണം ഇവിടെയും നടക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.